ഇന്നൊക്കെ ഇന്ത്യയിലെ മുഴുവൻ ട്രേഡ് യൂണിയൻ BJP ഒഴികെയുള്ള മുഴുവൻ ട്രേഡ് യൂണിയൻ പ്രവർത്തകരും ഇന്ന് പണിമുടക്കിലാണ്. അതിൻ്റെ മുഖ്യ കാരണം ഒന്ന്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇന്നലെ ശ്രീ രാഹുൽ ഗാന്ധി ലോകസഭയിൽ പറഞ്ഞതുപോലെ ഇന്ത്യയെ വിൽക്കുന്ന നരേന്ദ്രമോദിയുടെ നയങ്ങൾക്കെതിരായിട്ടുള്ളൊരു പൊതുപണിമുടക്കാണ്. ഇപ്പോൾ നമുക്കറിയാം, UPA സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും പുരോഗമനപരമായിട്ടുള്ളൊരു നയമായിരുന്നു ഇന്ത്യയിലെ പാവങ്ങൾക്ക് ജോലി നൽകാനുള്ള മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. ആ പദ്ധതി അനുസരിച്ച് 90% കേന്ദ്രവും 10% സംസ്ഥാനങ്ങളുമായി ഒരു വർഷം മിനിമം 100 ദിവസം പാവങ്ങൾക്ക് തൊഴിൽ ഉറപ്പ് വരുത്തുന്ന പദ്ധതിയായി. ഇന്നിപ്പോൾ അതിൻ്റെ അവസ്ഥ, അതിൻ്റെ ഫണ്ട് തന്നെ ഈ മോഡി വന്നതിന് ശേഷം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുക. ഞാനൊക്കെ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ എല്ലാ ബഡ്ജറ്റ് സമയത്തും ഫലം ഉണ്ടാക്കാറുണ്ട്. ഫണ്ട് വെട്ടിക്കുറച്ചു. അന്നെല്ലാം മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് അതിനെയൊക്കെ ന്യായീകരിച്ചവർ ഇന്ന് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുക മാത്രമല്ല ചെയ്തത്, അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഇല്ലാതാക്കി. അതായത് UPA സർക്കാരിൻ്റെ കാലത്ത് 90% കേന്ദ്ര വീതമായിരുന്നെങ്കിൽ അത് 60% ചുരുക്കി. സംസ്ഥാനത്തിന് 10% നീക്കി വയ്ക്കേണ്ടിയിരുന്നെങ്കിൽ ഇന്നത് 40% നീക്കി വയ്ക്കേണ്ട അവസ്ഥയായി. ഇതിപ്പോൾ നമ്മുടെ ജലമിഷൻ പോലെയുള്ളൊരു പദ്ധതിയായിട്ട് ഇതിനെ മാറ്റി. ഇപ്പോൾ ജലമിഷനിൽ അങ്ങനെയാണല്ലോ, 50% കേന്ദ്രം, 25% സംസ്ഥാനങ്ങൾ, 15% ലോക്കൽ ബോഡി, 10% ഉപഭോക്താവ്. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. ജലമിഷൻ അത് ഏതാണ്ട് 60% കേന്ദ്രം, 40% സംസ്ഥാനം എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ 10% റേസ് ചെയ്യുമ്പോഴേ കേന്ദ്രത്തിൻ്റെ 20% വരെ റിലീസ് ചെയ്യുള്ളൂ. അല്ലാണ്ട് ആദ്യം 60% എടുത്ത് തരില്ല. നിങ്ങൾക്കറിയാം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ സിസ്റ്റം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അതേസമയത്ത് സംസ്ഥാനം 10% റേസ് ചെയ്തില്ലെങ്കിലോ കേന്ദ്രം 20% തരില്ല. അപ്പോൾ കേന്ദ്രത്തിന് സുഖമായി, കാശ് മുടക്കണ്ട. അപ്പോൾ ഇത് മുടക്കിയില്ലെങ്കിൽ, സംസ്ഥാനങ്ങൾ ഫണ്ട് റേസ് ചെയ്തില്ലെങ്കിൽ ഒരു കുറ്റവും സംസ്ഥാനങ്ങൾക്കില്ല. നിങ്ങൾക്ക് പിന്നെ ബാക്കി ഫണ്ട്, ഞങ്ങളുടെ ഫണ്ട് ഞങ്ങൾ തരില്ല, നിങ്ങൾ തന്നില്ലെങ്കിൽ ഞങ്ങളും തരില്ല. അപ്പോൾ കേന്ദ്രത്തിന് സന്തോഷമായി. അങ്ങനെ വരുമ്പോൾ 100 ദിവസം എന്നല്ല, 125 ദിവസമല്ല, ഇനി 200 ദിവസമാണെങ്കിലും ഈ പദ്ധതി നടക്കില്ല. അതായത് പൂർണ്ണമായിട്ടും ഈ പദ്ധതിയിൽ വെള്ളം ചേർത്തു. സാധാരണ എല്ലാവരും ആവശ്യപ്പെട്ടിരുന്നത് ഈ മേഖലയിലേക്ക്, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് കൂടുതൽ ഐറ്റങ്ങൾ കൊണ്ടുവരണമെന്നായിരുന്നു ഡിമാൻഡ്. ഇപ്പോൾ വെള്ളവും കൂടെ കളഞ്ഞു. ക്ഷീരകർഷകർ ഉൾപ്പെടെ, ക്ഷീരകർഷകരുടെ തുടക്കം മുതൽക്കുള്ള ഡിമാൻഡായിരുന്നു ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തണം. ഇപ്പോൾ അതും ഇല്ലാതായി. ഇപ്പോൾ ജോലി കിട്ടുന്നവർക്ക് തന്നെ അതില്ലാത്തൊരു സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യം എത്തിച്ചേർന്നു. പേര് മാറ്റുന്നതിൻ്റെ എന്താ അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലായില്ല. ഞങ്ങളൊക്കെ വിചാരിച്ചത് നെഹ്റുവിനോട് മാത്രമേ ദേഷ്യമുള്ളൂ, ഗാന്ധിജിയോടുള്ള ദേഷ്യം അദ്ദേഹത്തിനെ കൊന്നു തീർത്തല്ലോ. നെഹ്റുവിനെ കൊല്ലാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും നെഹ്റുവിനെ കുറിച്ച് എന്നും വിമർശനമാണ്. പാർലമെൻറ്റിലൊക്കെ ഈ മോഡി വന്ന ശേഷം 2014 മുതലുള്ള എല്ലാ പാർലമെൻറ്റ് സമ്മേളനങ്ങളിലും നെഹ്റുവിനെ പറ്റി 10 പറഞ്ഞില്ലെങ്കിൽ ഇവർക്ക് ഉറക്കം വരില്ല. നെഹ്റു കാരണമാണ് പാകിസ്ഥാൻ ഉണ്ടായത് വരെ പാർലമെൻറ്റിൽ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അധികം നെഹ്റു സ്വാഭാവിക മരണം സംഭവിച്ചാണല്ലോ, അസുഖമായിട്ട്. അപ്പോൾ അത് ഗാന്ധിയെ ചെയ്ത പോലെ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം തീർക്കുക എന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഗാന്ധിജീനെ കൊന്നിട്ടും അദ്ദേഹത്തിനോട് അരിശം തീർന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലായി. പിന്നെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അമേരിക്കയാണ് നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നത്, പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യയുമായി വ്യാപാര കരാറിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. അതിന് പുറമേ പറഞ്ഞ എന്താ, ഇനി റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങില്ല. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും അപമാനം ഇന്ത്യക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ?
ഒന്ന്, പാർലമെന്റ് നടക്കുമ്പോൾ വ്യാപാര കരാർ പ്രഖ്യാപിക്കേണ്ടത് പാർലമെന്റിലാണ്. അല്ലെങ്കിൽ പാർലമെന്റിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ചെയ്തതിന് പാർലമെന്റിനെ ആണെങ്കിൽ സർക്കാരിനെ ശാസിക്കാം നിയമമനുസരിച്ച്. പക്ഷേ പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ പാർലമെന്റിനെ മറച്ചു വെച്ച് ട്രംപ് പ്രഖ്യാപിക്കുക. പിന്നെ ഞാൻ ചോദിക്കട്ടെ, റഷ്യയുമായി കരാർ ഒപ്പിട്ട ഇന്ത്യ അല്ലേ, ട്രംപ് അല്ലല്ലോ. അങ്ങനെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ തീരുമാനിച്ചുകൊണ്ടാണല്ലോ നമുക്ക് തീരുവ ചുമത്തുന്നത് അമേരിക്ക. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ റഷ്യയുമായി കരാറിൽ നിന്ന് പിന്മാറിയെങ്കിൽ അത് ഇന്ത്യ ഗവൺമെൻറ്റാണ് റഷ്യനെ അറിയിക്കേണ്ടത്. നിങ്ങളുടെ കരാറിൽ നിന്ന് ഞങ്ങൾ പിന്മാറി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. റഷ്യക്കാർക്ക് അറിയില്ല എപ്പോഴും. റഷ്യ കരാറിൽ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് നമ്മൾ പിന്മാറിയോ ഇപ്പോഴും പറയുന്നില്ല. പീയൂഷ് ഗോയലോ നരേന്ദ്രമോദിയോ ഇത് സംബന്ധിച്ച് യാതൊരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. അപ്പൊ ട്രംപ് പറഞ്ഞ് 48 മണിക്കൂർ വരെ ഇന്ത്യൻ ഭരണാധികാരികൾ വായ തുറന്നില്ല. 48 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് നമ്മൾ അവരുമായി കരാറുണ്ടാക്കി. അപ്പോൾ എന്തുകൊണ്ട് പാർലമെന്റിനെ മറച്ചു വെച്ചു? ഇത് പറഞ്ഞാണോ രാഹുൽ ഗാന്ധി ചെയ്ത കുറ്റം? ഇതേപോലെ പാർലമെന്റ് നടക്കുകയാണ്. നിങ്ങളിതിനെ ഇന്ത്യ ഈ രാജ്യത്തിന് നിങ്ങൾ വിൽക്കരുത്. അത് ഇന്നലെ പറഞ്ഞ വാചകം വളരെ അർത്ഥവത്താണ്. നിങ്ങൾ ഈ രാജ്യത്തിന് വിൽക്കരുത്. നമ്മുടെ അഭിമാനത്തിനെയല്ലേ ഇവർ വിറ്റത്. ഒരു രാജ്യവുമായിട്ട് വ്യാപാര കരാറുണ്ടാക്കുമ്പോൾ ആ രാജ്യത്തിന്റെ പ്രസിഡന്റാണോ പറയേണ്ടത്, അതോ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണോ പറയേണ്ടത്? ഞങ്ങൾ ധാരണയിലെത്തിയത്. ഇനി റഷ്യക്കാരന് എന്തു പറയും ഇന്ത്യ സർക്കാർ? എന്തടിസ്ഥാനത്തിലാണ് ഇനി എണ്ണ വാങ്ങുന്നില്ല എന്ന് പറയാൻ എന്ത് കാരണം പറയും? ഇവിടെയൊക്കെ നമ്മുടെ അന്തസ് ഇടിയല്ലേ. അപ്പൊ നമ്മുടെ വ്യക്തിത്വം അടിയറ വെച്ചു. അതാണ് നമുക്ക് ഒരു മനുഷ്യന്റെ ഏറ്റവും വലുത് സ്വന്തം വ്യക്തിത്വമാണെങ്കിൽ അതിനെ രാജ്യത്തിന്റെയും കാര്യം, രാജ്യത്തിന്റെയും വ്യക്തിത്വത്തിനെ ഇല്ലാതാക്കിയില്ലേ. പിന്നെ എല്ലാ തൊഴിൽ നിയമങ്ങളും തൊഴിലാളികൾക്കെതിരെ